مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رضا ربي عن ساداتنا الكبرى من شهداء أرض بدر عد رمل ثرى هم جند فضل وإحسان ومكرمة هم شيدوا ملة المختار من مضرى شموس دين الهدى بدور ملتنا يا حبذا القوم حقا എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനാണ്. ചാലിലകത്തിന്റെ പ്രധാനപ്പെട്ട ഗുരു. കോടഞ്ചേരി എന്ന് പറയും നമ്മളെ മാറഞ്ചേരിക്കടുത്ത കോടഞ്ചേരിയാണ്. മഹാനവറുകൾ കുട്ടിയായ കാലത്ത് ദർസിൽ ചേർത്തപ്പോൾ ആദ്യമൊന്നും വേണ്ട പോലെ ഗ്രാഹ്യശക്തിയില്ല എന്ന് ഉമ്മക്ക് തോന്നിയപ്പോൾ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ അടുത്തേക്ക് ഉമ്മ കൊണ്ടുപോയി. അപ്പൊ വെളിയങ്കോട് ഖാദി അവറുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മകന് കിതാബ് ഓതിയിട്ട് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ദുആ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഉരുള നന്നായി ഉരുട്ടിയെടുത്തിട്ട് അത് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന മുത്തഅല്ലിമിന്റെ വായിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി പരിഭവമൊന്നും വേണ്ട, നല്ല ആലിമായി മാറും എന്ന് വെളിയങ്കോട് ഉമർ ഖാദി നവ്വറല്ലാഹു മർക്കദ ആശീർവദിച്ച് അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. അങ്ങനെ മഹാനായ ആ മുത്തഅല്ലിം പഠനം ആരംഭിച്ചു. ആ പഠനം പൊന്നാനിയിലെ വലിയ ഭാവ മുസ്ലിയാർ, ചെറിയ ഭാവ മുസ്ലിയാർ, സൈനുദ്ദീൻ അൽ അഖീർ എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂം, ഇവരെ അടുത്തു നിന്നൊക്കെ പഠിച്ചതിന് ശേഷം നാദാപുരത്ത് മേനക്കോത്തോർ എന്ന് അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ മഹാന്റെ അടുത്തെത്തിയ അവസാനം കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നല്ല കയ്യക്ഷരമുള്ള ആളാണ്. അന്ന് ധാരാളം എഴുതിയിട്ടാണല്ലോ പ്രസിദ്ധീകരിക്കുക വിഷയങ്ങളൊക്കെ. അങ്ങനെ എഴുതി കൊടുത്തതിൻ്റെ പ്രതിഫലമായി അന്നത്തെ 50 രൂപ കയ്യിൽ വന്നപ്പോൾ കോടഞ്ചേരി ഉസ്താദ് തീരുമാനിച്ചു, ഇനി ഇതുപോലെ ഒരു സംഖ്യ ഒരുമിച്ച് കിട്ടൂല, ഹജ്ജിന് പോകട്ടെ. അങ്ങനെ വിശുദ്ധ മക്കയിൽ ചെന്ന് 10 കൊല്ലം അവിടെ കൂടി. ഈ 10 കൊല്ലത്തെ താമസത്തിൻ്റെ ഇടയിൽ മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞ് അതുപോലെ അവിടുത്തെ പ്രഗത്ഭരായ അന്നത്തെ ആലിമീങ്ങളിൽ നിന്ന് അറിവ് നേടി. അബ്ദുൽ ഹമീദ് ഷർവാനി നവ്വറല്ലാഹു മർക്കദ നമ്മളൊക്കെ ദർസിൽ പരിചയപ്പെട്ട തുഹ്ഫയുടെ ഹാസിയ എഴുതിയ പണ്ഡിതനാണ്. അവരടുത്തുനിന്ന് ഹറമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഹറമൈനിയുടെ ആധികാരിക ചരിത്രകാരനും പ്രഗത്ഭ പണ്ഡിതനുമായ ഷെയ്ഖ് സൈനി ദഹ്ലാൻ റഹിമഹുല്ലാ, അവരെ അടുത്തുനിന്നും വിദ്യ നേടി. നല്ല മൂർച്ചയുള്ള അറിവ് സ്വായത്തമാക്കിയപ്പോൾ ഉസ്താദുമാര് അവിടെ തന്നെ ചില ദർസുകൾ ഏൽപ്പിച്ചു കൊടുത്ത്. ഹറമിൽ അങ്ങനെയുള്ള ഓരോ ഭാഗത്തും ദർസ് നടക്കും. ആ കൂട്ടത്തിൽ മഹാന്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്ന് പഠിച്ചുപോയി. നമ്മളൊക്കെ പള്ളി ദർസിൽ ഓതുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന മുത്താലാ ചെയ്യുന്ന ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥം രചിച്ച സയ്യിദുൽ ബക്കർ എന്ന് പറയുന്ന വിശ്വവ്യാഖ്യാതനായ പണ്ഡിതൻ അന്ന് ഈ കോടഞ്ചേരി ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച മുത്തഅല്ലിമാണ്. അങ്ങനെ വലിയ വലിയ ആലിമീങ്ങളെത്തുനിന്ന് പഠിക്കുകയും പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്ത് 1292 കേരളത്തിലേക്ക് തന്നെ മഹാനവറുകൾ തിരിച്ചു വന്നു. അങ്ങനെ 1325 വരെ ദീർഘകാലം 3 പതിറ്റാണ്ടോളം കാലം തിരൂരങ്ങാടി നടുവിലെ പള്ളിയിൽ കോടഞ്ചേരി
അഹമ്മദ് കുട്ടി മുസ്ലിയാർ ദർസ് നടത്തിയതാണ്. ആ ദർസിൻ്റെ ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, ഇവരൊക്കെ ഈ കോടഞ്ചേരി ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പം നമ്മളെ ആ ഗുരുപരമ്പരയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഈ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഉള്ള എല്ലാ ഗുണങ്ങളും ഒരേ സമയത്ത് മേളിച്ച ഒരത്ഭുത ശിഷ്യനായിരുന്നു മഹാനായ പറവണ്ണ ഉസ്താദ് എന്ന് വേണം പറയാൻ. പറവണ്ണ ഉസ്താദ് ചാലിലകത്തിൻ്റെ ദർസിൽ ആണ് ആദ്യം ചേർന്ന് പഠിച്ചത് നമ്മൾ പറഞ്ഞു. അത് 1915 ശേഷമാണ്. 17, 18, 19 കാലയളവിലെങ്ങാനുമാണ് ബഹുമാനപ്പെട്ടവർ മണ്ണാർക്കാട്ട് ദർസ് നടത്തുന്നത്. അത് പറവണ്ണ ഉസ്താദിൻ്റെ പ്രാഥമിക ദർസ് പഠനത്തിൻ്റെ സമയമാണ്. അപ്പം ആ പഠനം കഴിഞ്ഞ് അവിടുന്ന് 1919 ചാലിലകത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കെ മണ്ണാർക്കാട്ട് വെച്ച് വഫാത്താകുന്നത്. അവിടുന്ന് കാളവണ്ടിയിലാണ് അന്ന് ബഹുമാനപ്പെട്ടവരെ ജനാസ തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുവന്നതെന്ന്. 40 ദിവസം അവിടെ ഖത്മ് ഓതിയിരുന്നു. ആ തറമ്മൽ പള്ളിയുടെ അടുത്തുള്ള മക്ബറയുടെ പരിസരത്തിരുന്ന്. അന്ന് 40 ദിവസത്തെ ജാമോത്തിന് നേതൃത്വം നൽകിയ ഒരാൾ ചാലിലകത്തിൻ്റെ പുതിയാപ്പളായിരുന്ന കെ മൗലവി ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീടാണ് അവരൊക്കെ വഹാബിയായി പോയത്. അപ്പം ഏതായിരുന്നാലും ആ പ്രഗത്ഭനായ പണ്ഡിതൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാം. എല്ലാ വിജ്ഞാന ശാഖകളിലും അറിവുള്ള ആളായിരുന്നു. അതേ സമയത്ത് തന്നെ ഭൗതികമായി നല്ല കാഴ്ചപ്പാടുള്ള ആളാണ്. വിദ്യാഭ്യാസപരമായും പുരോഗമനപരമായുള്ള നല്ല ചിന്തയുള്ള ആളായിരുന്നു. ആ ഗുണങ്ങളെല്ലാം സ്വാംശീകരിച്ചെടുത്ത മഹാനായ ഉസ്താദ് അവറുകൾ അവിടുത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം കൂട്ടായി ബാവ മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു. കൂട്ടായി ബാവ മുസ്ലിയാർ എന്ന് പറയുന്നതും ചാലിലകത്തിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ്. അതുപോലെ തന്നെ അതിനുശേഷം വെല്ലൂരിൽ ലത്തീഫിയയിൽ 1 വർഷവും ബാക്കിയാത്തു സ്വാലിഹാത്തിൽ 3 വർഷവും പഠിച്ചു. ഈ പഠനകാലം മഹാനവറുകൾ കിതാബുകളും ഹദീസും അതുപോലെ തന്നെ തഫ്സീറും മറ്റുള്ള ഗോളശാസ്ത്രമൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ ഭാഷാ പഠനത്തിനു കൂടി ഉപയോഗിച്ചു. നമ്മളെ ഈ കേരളത്തിൽ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നിന്നാൽ പലപ്പോഴും ഈ മലയാളത്തിൻ്റെ അപ്പുറത്തൊന്നും പഠിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ അത് മാത്രമേ ഉള്ളൂ. ആകെ ഒരു വ്യത്യാസം ഒന്ന് കോഴിക്കോടൻ മലയാളം, മലപ്പുറം മലയാളം, തൃശ്ശൂർ മലയാളം എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം അല്ലാതെ മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് വിടാൻ നമുക്ക് കഴിയില്ല. ഒരു മാതൃക നമ്മൾ സ്വീകരിക്കേണ്ട, പ്രത്യേകിച്ച് ദായികളായ ആളുകൾ പരമാവധി നമ്മൾ മറ്റുള്ള ആളുകളുടെ ഭാഷ പഠിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് പരിചയമുണ്ട്. ഉമ്മ ആ കുട്ടിയായിട്ട് മുത്തുനബിൻ്റെ മുമ്പിൽ വരികയാണ്. ഇവന് അങ്ങയോടൊപ്പം ഈ രാജ്യത്തിന് കാവൽക്കാരനാകാൻ, പട്ടാളക്കാരനാകാൻ ആഗ്രഹമുണ്ട്, അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയ കുട്ടിയാണ്, കുട്ടികളെ പട്ടാളത്തിലെടുക്കൂല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാണ്. ഉമ്മ രണ്ടാമത് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് നന്നായി ഖുർആൻ ഓതാൻ അറിയാം, അതുകൊണ്ട് അങ്ങയുടെ അടുത്തുനിന്ന് പഠിക്കാൻ അവനെ അനുവദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓദിച്ചു നോക്കിയപ്പോൾ വളരെ സന്തോഷമായി ജിബ്രീൽ അലൈഹിസ്സലാം അവതരിപ്പിച്ചു തന്ന അതേ രീതിയിലുള്ള ഓത്ത് കേട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നമുക്ക് ഇവിടെ മദീനയിൽ നമ്മുടെ രാഷ്ട്രീയമായും മതപരമായും നമ്മൾ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഭാഷ, ഹിബ്രു ഭാഷ, അത് പഠിക്കണം. അത് ഏൽപ്പിക്കുകയാണ് ഈ കുട്ടി. ഈ കുട്ടിയുടെ പഠനത്തിനുള്ള ആ താല്പര്യം കണ്ടുകൊണ്ട് 17 ദിവസം കൊണ്ടാണ് ഒരു ഭാഷ ഈ സ്വഹാബി വര്യർ പഠിക്കുന്നത് എന്നാണ്. വലിയ ചരിത്രമാണ് സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളുടെ ചരിത്രം. നമ്മളെ പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണത്തിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. നബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ് ഭാഷാ പഠനം. ആ ഭാഷാ പഠനം ബഹുമാനപ്പെട്ടവർ കേരളത്തിൻ്റെ പുറത്ത് പഠിക്കാൻ പോയപ്പം കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് ഉറുദുവും തമിഴും അറബ് ഭാഷയും മലയാള ഭാഷയും നന്നായി കൈകാര്യം ചെയ്യുന്നതോടൊപ്പം പാഴ്സി ഭാഷ, പേർഷ്യൻ ഭാഷയാണ്, അതുപോലെ ഇംഗ്ലീഷ്, ഇത്
അത്യാവശ്യം കേട്ടാൽ മനസ്സിലാകുന്ന തരത്തിൽ ആ ഭാഷയും സ്വായത്തമാക്കി. മഹാനവറുകളുടെ നേതൃപദവി അലങ്കരിക്കുന്നിടത്തും സംഘാടന വിഷയത്തിലും ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നതിലുമൊക്കെ വലിയ ഒരു ശക്തിയായി ഈ ഭാഷാ പഠനം മാറിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് നമ്മളെ തലപ്പത്തുള്ള ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ്. വന്ദ്യരായ ഖമറുൽ-ഉലമ എ.പി. ഉസ്താദാകട്ടെ, എ.പി. ഉസ്താദിന് ഒരുപാട് ഭാഷകൾ അറിയാം. അതും വെല്ലൂരിൽ കേരളത്തിന് പുറത്തു പോയ കാലത്താണ് പഠിക്കുന്നത്. അപ്പം അതൊരു മാതൃകയായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പുതിയ കാലഘട്ടത്തിൽ. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ചെറിയൊരു തുരുത്താണ്. കേവല 3.5 കോടി ജനങ്ങളാണ് കേരളക്കരയിലുള്ളത്. ഇന്ത്യയിൽ 130-ലേറെ കോടി ജനങ്ങളുണ്ട്. അതിൽ വെറും 3.5 കോടി ജനങ്ങളെ ഭാഷ മാത്രം അറിഞ്ഞ് നമ്മൾ ആരോടാ പ്രബോധനം നടത്തുക? ഈ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാവോ? അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുതഅല്ലിമീങ്ങളോട്, പണ്ഡിതന്മാരോട്, എന്നോടും നമുക്കൊന്നിപ്പോൾ കയറൂല. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഭാഷാ പഠനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം. എങ്കിൽ അത് മഹാന്മാരായ ഉലമായിനെ നമ്മൾ പിന്തുണക്കുന്നതിൻ്റെ നല്ലൊരു ഒരു ഭാഗമായി നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖിനെ ഏറ്റിത്തരട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഈ ഭാഷ അറിവുകളെല്ലാം നേടി നല്ല മാർക്കോടുകൂടി ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത് 1928-ലാണ്. 28-ൽ തിരിച്ച് പറവണ്ണയിലെത്തി. ആ കൊല്ലം തന്നെ ഇവിടെ നാട്ടിൽ ഒരു അറബിക് കോളേജ് മോഡൽ, ആദ്യത്തെ അറബിക് കോളേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും രണ്ടാമത്തേന്ന് പറയാം കേരളത്തിൽ. ഒന്നാമത്തത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തൊട്ടപ്പുറത്ത് തന്നെ ഇസ്ലാഹുൽ ഉലൂം എന്ന പേരിൽ മഹാനവറുകൾ സ്ഥാപിച്ച ഒരു കോളേജ് എന്ന് പറയാം. അതേ മാതൃകയിൽ ഈ പ്രദേശത്ത് പറവണ്ണയിൽ 2 നിലയുള്ള ഒരു കെട്ടിടമുണ്ടാക്കി അതിൽ താഴ്ഭാഗത്ത് ലൈബ്രറിയും ഉസ്താദുമാരുടെ റൂമും പഠന ഹാളുകളും ഒക്കെ സ്ഥാപിച്ച് മുകളിൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഉണ്ടാക്കി നല്ലൊരു കെട്ടിടം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി 2 കൊല്ലം ആദ്യം തന്നെ നാട്ടിലാണ് ദർസ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 5-8 മാസം ബർമ്മയിലും മറ്റും ഒരു പര്യടനത്തിന് പോയി. ഇന്ന് ഗൾഫ് പോകുന്ന മാതിരി അന്നൊക്കെ ആളുകൾ ബർമ്മ, സിലോണ് ഇവിടൊക്കെയാണ് പോവല്. അതേ രീതിയിൽ ഒരു സഞ്ചാരം നടത്തി ലോക വിവരങ്ങളൊക്കെ സ്വായത്തമാക്കിയാണ് പിന്നീട് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് തൻ്റെ ദർസ് ഏറ്റെടുത്തുകൊണ്ടുള്ള സേവനമാണ് പിന്നീട് ഏറെക്കാലം നടത്തിയത്. അതിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ദർസ് നടത്തിയൊന്ന് കണ്ണൂർ മഅദനുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അതുപോലെ കണ്ണൂർ ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തി. പെരിങ്ങത്തൂർ സുപ്രസിദ്ധമായ പള്ളിയാണ്, അവിടെ ദർസ് നടത്തി. പറമ്പത്ത്, പരപ്പനങ്ങാടി, താനൂര്, പുളിക്കല്, ഇതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ വാഴക്കാട്ട് 2 തവണ ദാറുൽ ഉലൂമിൻ്റെ സദർ മുദരിസ് അഥവാ പ്രിൻസിപ്പലായി മഹാനായ പറവണ്ണ ഉസ്താദ് ദർസ് നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ വാഴക്കാട് ദാറുൽ ഉലൂമിൻ്റെ പ്രിൻസിപ്പലാകുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരനൊന്നും ആവാൻ കഴിയില്ല. അത്ര വലിയ മൂർച്ചയേറിയ മുതഅല്ലിമീങ്ങൾ ഉണ്ടാവും മുന്നിൽ. അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണമെങ്കിൽ ചെറിയ കഴിവുള്ള ആളുകൾക്കൊന്നും സാധിക്കില്ല. അപ്പം ആ രീതിയിൽ വിപുലമായ തോതിൽ വിജ്ഞാന വിതരണത്തിന് വ്യാപകമായി പല നാടുകളിലും മഹാനവറുകൾ ദർസ് നടത്തിയിട്ടുണ്ട്. ഓരോ നാട്ടുകാർക്കും ഓരോ കഥകളും ചരിത്രങ്ങളും മഹാനെക്കുറിച്ച് പറയാനുണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളും പുരോഗമന ചിന്തകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് തന്നെ കാലികമായ എല്ലാ വിഷയത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും തുടക്കം കുറിച്ച, അക്ഷരാർത്ഥത്തിൽ ചാലിലകത്തിൻ്റെ ഒരു 2ാം പതിപ്പ് എന്ന രീതിയിൽ പ്രവർത്തിച്ച മഹാനായിരുന്നു പറവണ്ണ ഉസ്താദ് അവറുകൾ. തൻ്റെ ദർസി സേവനത്തിൻ്റെ ഫലമായി അനേകം പണ്ഡിത ശിരോമണികളെ മഹാനവറുകൾ വാർത്തെടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട പല ആലിമീങ്ങളെ നമുക്ക് കാണാം.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദ താജുൽ ഉലമ, ബഹുമാനപ്പെട്ടവർ പറവണ്ണ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനിയാണ്. പറവണ്ണ ഉസ്താദ് കോഴിക്കോട് ജില്ലയിലെ പറമ്പത്ത് ദർസ് നടത്തുന്ന കാലത്താണ് ഉള്ളാളത്തെ തങ്ങള് അവരടുത്തേക്ക് ദർസിൽ ചെല്ലുന്നത്. അതിൻ്റെ സംബന്ധിച്ച് പലപ്പോഴും തങ്ങളവറുകൾ പറയാറുണ്ടായിരുന്നത് ചരിത്രത്തിൽ കാണാം. ചെന്ന ഉടനെ പറവണ്ണ ഉസ്താദ് ചോദിച്ചു, പേരെന്താണ്? അപ്പോൾ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ചോദിച്ചു, കോഴിക്കോടൻ കോയയാണോ അല്ലെങ്കിൽ തങ്ങൾ കോയയാണോ? പറവണ്ണ ഉസ്താദിന് അങ്ങനത്തെ ചില ശൈലികളുണ്ട്. കോഴിക്കോട്ട് കുറേ കോയമാരുണ്ടല്ലോ, അങ്ങനത്തെ കോയയാണോ അതല്ല തങ്ങൾ കോയയാണോ എന്ന് ചോദിച്ചത്ര. അപ്പം തങ്ങൾ കോയയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് അവറുകൾ ചോദിച്ചു, നിങ്ങൾ തങ്ങളോത്തിനാണോ വന്നത് അല്ല മുസ്ലിയാരോത്തിനാണോ വന്നത് എന്ന് വെച്ച്. അപ്പോൾ തങ്ങളിങ്ങനെ പകച്ചു, എന്താ ഈ ചോദ്യം എന്ന്. അപ്പോൾ പറവണ്ണ ഉസ്താദ് എന്നെ വിശദീകരിച്ചു കൊടുത്തു. മുസ്ലിയാരോത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ഓത്താണ്, വേറെ ചിന്തയും കളിയൊന്നും പറ്റൂല. ഓതാനിരുന്നാൽ നന്നായി പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ അടി കിട്ടും, എന്നും ഇവിടെ വേണം. ആ രീതിയിൽ ഒരു മുത്താലിം നിൽക്കുന്നത് പോലെ പൂർണ്ണമായി നിന്ന് ഓതാനാണോ വന്നത് അല്ല തങ്ങളോത്ത് പറഞ്ഞിട്ടൊരു ഓത്തുണ്ട്. തങ്ങന്മാരോട് മൂല്യമാർക്ക് വലിയ ബഹുമാനമാണ്. അപ്പം ആ ബഹുമാനമാകുമ്പോൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കൂല, തല്ലൂല, കിതാബ് വായിപ്പിക്കൂല, ആ രീതിയിലുള്ള ഓത്ത് മതിയോ അതല്ല ഒരു മുസ്ലിയാരോത്താണോ ഓതണമെന്ന് വെച്ച്. അപ്പോൾ ഉള്ളാളത്തെ തങ്ങളിപ്പാ പറഞ്ഞു അത്രേ, ഞാൻ മുസ്ലിയാരോത്ത് ഓതാനാ വന്നത്. പക്ഷെ 1.5 മാസം ആ ദർസ് അവിടെ നീണ്ടു നിന്നുള്ളൂ. കാരണം മഹാനായ പറവണ്ണ ഉസ്താദ് അന്ന് വലിയ തിരക്കുള്ള ആലിമാണ്. ബഹുമാനപ്പെട്ടവർക്ക് നാടിൻ്റെ നാനാഭാഗത്ത് പ്രഭാഷണങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും ഒക്കെ നടക്കും. അപ്പം അതിനു വേണ്ടി പോകുമ്പം ഉള്ളാളത്തെ തങ്ങളെ ദർസ് ഏൽപ്പിച്ചാൽ പോവുക. ഇപ്പം ബാക്കിയുള്ള മുത്താലിമ്യങ്ങൾക്കൊക്കെ കിതാബ് ഓത്തി കൊടുക്കണ മുദരിസായിട്ടാണ് ഇപ്പം മാറിയത്, മുത്താലിമായി വന്നത്. പക്ഷെ ഉള്ളാൾ തങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. ഉള്ളാളത്തെ തങ്ങൾക്ക് പഠനത്തോട് അത്ര വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ ആ ദർസ് തൽക്കാലം ഉസ്താദിൻ്റെ സമ്മതം വാങ്ങി അവിടെ നിന്ന് പോന്നു. എന്നാലും അത് കഴിഞ്ഞ് കൂട്ടായി ബാബ മുസ്ലിയാരാണെന്ന് തോന്നുന്നു അവരെടുത്തേക്ക് വന്നു. അവർ വഫാത്താകുകയോ മറ്റോ ചെയ്തപ്പോൾ വീണ്ടും തിരിച്ച് പറവണ്ണ ഉസ്താദിനെ സമീപിച്ചു. ആ സമയത്ത് പറവണ്ണ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇനി ഓതേണ്ടത് കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്താണ്. അന്ന് കണ്ണിയത്ത് ഇതേ പറമ്പത്ത് തന്നെ മുദരിസായി വന്നിട്ടുണ്ട്. കോഴിക്കോട് അത്തോളിക്കടുത്ത സ്ഥലമാണ് ഈ പറമ്പത്ത്. അപ്പം അവിടേക്ക് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 3.5 വർഷക്കാലം മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദ കൂടെ തന്നെ കൂടി ഓതി പഠിക്കുന്നു. അന്ന് റമദാനിൽ ലീവ് ഉണ്ടായാൽ പോലും നാട്ടിലേക്ക് പോകുന്നതിന് പകരം വാഴക്കാട്ടേക്ക് വരിക ചെയ്യാന്ന്. കണ്ണിയത്ത് ഉസ്താദിൻ്റെ മകൻ എന്നോട് തന്നെ ഒരിക്കൽ പറഞ്ഞു, നോമ്പ് കാലായാൽ വീട്ടിലുണ്ടാവുള്ള ആൾ തങ്ങൾ അവിടെ എന്താ പരിപാടി, ഗോളശാസ്ത്രത്തിൻ്റെ കിതാബുകൾ ഓതലായിരിക്കുന്ന. എന്നിട്ട് പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പ് അങ്ങാടിയിൽ പോയി വലിയ വത്തക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ മക്കൾക്കൊക്കെ മുറിച്ച് തന്ന് അങ്ങനെയാണ് ഉള്ളാൾ തങ്ങൾ പോകാറുള്ളത്. പഠനത്തിൽ ഒഴിവ് ദിവസം പോലും ഉപയോഗപ്പെടുത്തി പഠിച്ചതുകൊണ്ടാണ് താജുൽ ഉലമ വലിയ ആലിമായി മാറിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് മാതൃകയാണ് പുതിയ തലമുറക്ക്. നമ്മൾ ലീവ് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ്. എത്ര ക്ലാസ് കിട്ടിയാലും അത് കേൾക്കാൻ തയ്യാറല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പം അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ തെർബിയത്തിലും നിർദ്ദേശത്തിലുമായിട്ടാണ് താജുൽ ഉലമ ഉയർന്നു വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ നമ്മുടെയൊക്കെ ഗുരുപരമ്പരയിലെ പ്രധാന കണ്ണിയായ ഇമ്പിച്ചാലി മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സുന്നി യുവജന സംഘത്തിൻ്റെയും സാരഥിയായിരുന്ന മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, കക്കോവ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ, KK അബൂബക്കർ ഹസ്രത്ത്, അതും AP ഉസ്താദിൻ്റെ ഒക്കെ ഗുരുനാഥന്മാരിൽപ്പെട്ട ഒരാളാണ്. അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ കാന്തപുരത്ത് ദർസ് നടത്തിയ കാലത്ത് AP ഉസ്താദ് അവരെടുത്ത് നോദിയിട്ടുണ്ട്. അതുപോലെ KK അബ്ദുള്ള മുസ്ലിയാർ കരുവാരക്കുണ്ട് തുടങ്ങിയ അനേകം ഉലമാക്കളെ മഹാനായ പറവണ്ണ ഉസ്താദ്
അവിടുത്തെ ദർസ് സേവനത്തിലൂടെ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. മഹാനവറുകളുടെ നവോത്ഥാന ചിന്തകളും സംഘാടനവും എന്നും മാതൃകാപരമായി നമുക്ക് ഉയർത്തിക്കാട്ടാവുന്ന ഒന്നാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ബാഖിയാത്ത് സ്വാലിഹത്തിലേക്ക് ബിരുദ പഠനത്തിന് പോയത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണെന്ന് പറയുന്നത്. മഹാനവറുകളുടെ ശിഷ്യനായ പറവണ്ണ ഉസ്താദ് അവിടെ എത്തിയപ്പോൾ മലയാളികൾ കൂടുതൽ വരാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ മലയാളികൾക്ക് വേണ്ടി ഒരു സാഹിത്യ സമാജം രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തു പറവണ്ണ ഉസ്താദ്. സംഘാടന സ്വഭാവമുള്ളവരങ്ങനെയാണ്. അവർ പഠിക്കുന്ന ദർസിൽ നിന്ന് തന്നെ അവരിങ്ങനെ രംഗത്തുണ്ടാവും. അങ്ങനെ മലയാളികൾക്കുള്ള സാഹിത്യ സമാജം രൂപീകരിക്കുകയും അതിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് സംഘാടന രംഗത്ത് തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ബഹുമാനപ്പെട്ടവരത മദ്രസത്തു നൂരിയ എന്ന പേരിൽ ഒരു ദർസ് സ്ഥാപിക്കുകയാണ്. ഇരുനില കെട്ടിടമുണ്ടാക്കി ഒരു ദർസ് സ്ഥാപിക്കുകയാണ്. അത് മഹാനവറുകളുടെ സേവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അന്നത്തെ കാലത്ത് അധിക ആളുകൾക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത സംഗതിയാണത്. അതേപോലെ ഈ പറവണ്ണയിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ സ്ഥാപനമുണ്ടാക്കി, മദ്രസത്തുൽ ബനാത്ത്. ചില ആളുകൾ പറയാറുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ ആലിമീങ്ങളൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരാകരിച്ചവരാണ്. അല്ല, ഇതെപ്പോഴാണ്? ശരിക്കും 1928, 30കളുടെ ആ കാലഘട്ടത്തിലാണ്, 35ൻ്റെ മുമ്പായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ സംരംഭങ്ങളൊക്കെ വരുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു മദ്രസ ഇവിടെ സ്ഥാപിക്കുന്നു. ആ മദ്രസ സ്ഥാപിക്കുക മാത്രമല്ല, താനൂർ ഇസ്ലാഹുൽ ഉലൂം മാനേജറായി പ്രവർത്തിച്ചു. 1954 ഫെബ്രുവരി 6 താനൂരിൽ ചേർന്ന മുശാവറ തീരുമാനമനുസരിച്ച് ഇസ്ലാഹുൽ ഉലൂം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു സമിതി ഉണ്ടാക്കിയപ്പം അതിൻ്റെ കൺവീനർ പറവണ്ണ ഉസ്താദായിരുന്നു. അങ്ങനെ പറവണ്ണ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിച്ച് അത് സമസ്ത ഏറ്റെടുത്തു. ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി അതിൻ്റെ മാനേജറായി പറവണ്ണ ഉസ്താദിനെ തന്നെ നിശ്ചയിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് കൊള്ളുന്നവരാണല്ലോ എല്ലാത്തിനും നമ്മളാക്കൽ. അവരവസ്ഥ പറവണ്ണത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണാം. അദ്ദേഹം എവിടെ വന്നോ ആ വന്നോടത്തൊക്കെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ആ മുശാവറയും യോഗവും പിരിയാറുള്ളൂ എന്ന്. കാരണം ആ കൂട്ടത്തിൽ നല്ലൊരു റഈയുള്ള അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു വിഷയം ഏൽപ്പിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണല്ലോ നമ്മൾ സാധാരണ വിഷയങ്ങൾ ഏൽപ്പിക്കുക. ആ രീതിയിൽ പറവണ്ണ ഉസ്താദിനെ മാനേജറാക്കി ഉടനെ തന്നെ ആവശ്യമായ മരാമത്ത് വർക്കുകൾ പൂർത്തീകരിച്ച് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ദർസിന് അവിടെ തുടക്കം കുറിക്കുകയാണ്. ആരാ മുദരിസായി വരുന്നത്? മഹാനായ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിലും മാർഗദർശികളിലും ഒരാളായിരുന്നു. അന്നത്തെ കേരളത്തിലെ സർവ്വ ഉലമാവിൻ്റെയും ആത്മീയ നേതൃത്വമായിരുന്നു മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ചാലിലകത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യനാണ്. ആ മഹാനുഭാവനെയാണ് സദർ മുദരിസ് അഥവാ പ്രിൻസിപ്പളാക്കിയത്. പയ്യോളി അബ്ദുൽ അസീസ് മുസ്ലിയാർ വലിയൊരു ആലിമാണ്. പയ്യോളി അങ്ങാടിയിലെ ചെരിച്ചിൽ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയും പ്രദേശമൊക്കെ ഉണ്ട്. സയ്യിദ് അവറുകൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും ഭാഗത്ത്. ആ പള്ളിയിലൊക്കെ ദർസ് നടത്തിയിരുന്ന വലിയൊരു ആലിമാണ് പയ്യോളി അബ്ദുൽ അസീസ് മുസ്ലിയാർ. അതുപോലെ നാസുറുദ്ദീൻ അലി മുസ്ലിയാർ നാദാപുരം. ഇങ്ങനെയുള്ള ആളുകൾ കീഴിലുള്ള മുദരിസുമാരായും സദർ മുദരിസായി കുത്തുബി ഉസ്താദിനെയും വെച്ചുകൊണ്ട് അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ദർസായിരുന്നു ഇവിടെ ഇസ്ലാഹുൽ ഉലൂമിൽ ബഹുമാനപ്പെട്ടവർ സംഘടിപ്പിച്ചത്. കുത്തുബി വഫാത്തായി. അതിനുശേഷം പറവണ്ണ ഉസ്താദിനെ തന്നെ പ്രിൻസിപ്പളായി സദർ മുദരിസായി നിശ്ചയിക്കുകയും
അവിടെ വിപുലമായ തോതിൽ തന്നെ തൻ്റെ ദർസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്കുള്ള മഹാനവറുകളുടെ വരവ്, സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് പിന്തുണ നൽകി കൂടെ നിന്ന് നേരത്തെ പ്രവർത്തിച്ചു വരുന്നുണ്ട്, അതിൻ്റെ സ്ഥാപിത കാലം മുതൽക്ക് തന്നെ. എന്നാൽ 1945 മാർച്ച് 27-28 കാര്യവട്ടത്ത് നടന്ന സമസ്തയുടെ 16ാം സമ്മേളനത്തിൻ്റെ മുശാവറയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ടവരെ മുശാവറയിലേക്ക് എടുക്കുന്നതും ആ സമയത്ത് തന്നെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്നു. നോക്കണം നിങ്ങൾ, മുശാവറയിലേക്ക് വരുന്ന സമയത്ത് തന്നെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് കയറുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും കഴിവും കൊണ്ട് തന്നെയാണ്. അന്നാണ് സമസ്തയുടെ ആശയാദർശങ്ങളെ കൂടുതൽ പ്രസരിപ്പിക്കുന്നതിനു വേണ്ടി ഇശാഅത്ത് കമ്മിറ്റി എന്ന പേരിൽ ഒരു 9 അംഗ കമ്മിറ്റി ഉണ്ടാക്കി. ഇശാഅത്ത് കമ്മിറ്റി, നമ്മളിപ്പോഴത്തെ ദഅവാ സമിതിൻ്റെ പകരം അന്നത്തെ പേര് ഇശാഅത്ത് എന്ന പേരാണ്. അതിൻ്റെ 9 അംഗ സമിതിയുടെ കൺവീനറായും ആരെ തന്നെയാണ് വെച്ചത്? മഹാനായ പറവണ്ണ ഉസ്താദിനെയാണ്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ വളരെ സ്പഷ്ടമായും ഹൃദ്യമായും അവതരിപ്പിക്കാനുള്ള സവിശേഷകരമായ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ തലപ്പത്ത് വെച്ചത്. അതേ സമ്മേളനത്തിൽ തന്നെയാണ് യുവാക്കളുടെ സേവനം സമസ്തയുടെ ആശയപ്രചരണങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആമില സംഘം എന്ന പേരിലും ഒരു സംഘം രൂപീകരിച്ചു. അതിനെയാണ് പിന്നീട് SYS ആയി രൂപാന്തരപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഇശാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വവും സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പദവിയുമായിട്ടാണ് ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃതലത്തിലേക്ക് മഹാനവറുകൾ കടന്നു വരുന്നത്. 5 വർഷക്കാലം അങ്ങനെ പ്രവർത്തിച്ചു. 1950 ഡിസംബർ 12-നാണ് അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി PV മുഹമ്മദ് മുസ്ലിയാർ, പള്ളി വീട്ടിൽ എന്നാണ് PV മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ വഫാത്താകുന്നത്. ആ ഒഴിവിലേക്ക് ജനറൽ സെക്രട്ടറി ആവശ്യമായി വന്നപ്പോൾ സുപ്രസിദ്ധമായ വടകര സമ്മേളനം 1951 മാർച്ച് 23, 24, 25 തീയതികളിലാണ് വടകരയിലെ സമ്മേളനം നടക്കുന്നത്. സമസ്തയുടെ 19ാം സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ വെച്ചാണ് പറവണ്ണ ഉസ്താദിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ സമസ്തയുടെ ഏറ്റവും സമുന്നത പദവിയിലേക്ക് മഹാനവറുകൾ വന്നതോടുകൂടി സമസ്തയുടെ ചരിത്രം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുകയാണ്. 1947 ശേഷം സ്കൂളുകളിൽ വെച്ചുള്ള മതവിദ്യാഭ്യാസം നിരോധിക്കപ്പെട്ടപ്പോൾ ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു വന്നു. പല ആളുകളും ഓത്തുപള്ളികൾ തുടങ്ങി. മൊല്ലാക്കമാരെന്നാണ് അന്ന് നാട്ടുംപുറത്തെ ഉസ്താദുമാരറിയപ്പെടുക. അവരുടെ നേതൃത്വത്തിൽ വീടിൻ്റെ ചെരുവുകളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഓത്തുപള്ളികൾ സ്ഥാപിച്ചു. എന്നാൽ അത് വ്യവസ്ഥാപിതമായ ഒരു രീതിയിലേക്ക് മാറ്റി ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കണമെന്ന ആശയം ഉടലെടുത്തു. ആ ആശയം പൊതുസമൂഹത്തിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി വഫാത്തായിപ്പോയ മഹാനായ മർഹൂം MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളാണ്. ബഹുമാനപ്പെട്ടവർക്ക് അന്ന് 26 വയസ്സാണ് പ്രായം. വടകരയിൽ ആ സമ്മേളനം നടക്കുന്ന കാലത്ത് അന്ന് സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽ ബയാനിൽ ഈ വിദ്യാഭ്യാസ ഏകീകരണത്തെ സംബന്ധിച്ച് മഹാനവറുകൾ എഴുതിയ ലേഖനം ചർച്ചയാകുകയും ആ ലേഖനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ വടകരയിലെ സമ്മേളനത്തിൽ വെച്ച് മഹാനായ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിനെ പോലുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നന്നായി സംസാരിക്കുകയും ചെയ്തു. വടകര എന്ന് പറയുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിൻ്റെ ഏറെക്കാലത്തെ ഗുരുനാഥരായ നമ്മളെ കൂട്ടായിയിലെ ബാവ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ വഫാത്തായി കിടക്കുന്നത് വടകര ജുമാഅത്ത് പള്ളിയുടെ മുമ്പിലാണ്.
അതുകൊണ്ടുകൂടിയാണ് പല സമ്മേളനങ്ങളും ആ ഒരു ഗുരുനാഥന്മാരുടെ സമക്ഷത്തിൽ വെക്കുക എന്നൊരു ആത്മീയത കൂടി ആഗ്രഹിച്ചിട്ടാണ് അവിടെയൊക്കെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പരിപാടി ഇവിടെ വെക്കുന്നു, ഇതിനേക്കാൾ സൗകര്യമുള്ള ചിലപ്പോൾ സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ പറവണ്ണ ഉസ്താദിൻ്റെ ഒരു പരിസരത്താകുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. അതേപോലെ അന്ന് വടകരയിൽ നടന്ന ആ സമ്മേളനത്തിൽ ഈ ചിന്ത വരികയും അങ്ങനെ മദ്രാസ് മുഫ്തിയായിരുന്ന മുഹമ്മദ് ഹബീബുള്ളായുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗത്തിൽ വെച്ച് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയാണ്. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. അതിനുവേണ്ടി ഏകദേശം ഒരു 33ഓളം അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അതിൻ്റെ കൺവീനറായി മഹാനായ പറവണ്ണ ഉസ്താദിനെയാണ് തെരഞ്ഞെടുത്തത്. ആദ്യം വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം തുടങ്ങാനുള്ള സമിതിയുടെ കൺവീനറായി വരുന്നത് പറവണ്ണ ഉസ്താദാണ്. മറ്റു പ്രധാന ഭാരവാഹികളായി കെ മുഹമ്മദ് മൗലവി വൈസ് പ്രസിഡന്റ്, KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറി, KM കുഞ്ഞിമൂസ മുസ്ലിയാർ അസിസ്റ്റന്റ് സെക്രട്ടറി, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർക്കദ. അള്ളാഹു നമ്മളെ തങ്ങളെ അവരുടെ പിതാവാണവർ, അവരുടെ ദറജ അള്ളാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ. സൈനുൽ തങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖിനെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ആ സമിതിയുടെ ട്രഷററായി വന്നത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു. പിന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റ് അംഗങ്ങളിൽ ഒരാൾ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്നെയാണ്. വലിയൊരു സംഭവമാണ്. അന്നൊക്കെ 26 വയസ്സുകാരനായ MA ഉസ്താദ് വിദ്യാഭ്യാസ ബോർഡിലേക്ക് വരുന്നത് MA ഉസ്താദ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ വരാൻ സാധ്യതയില്ല. അതുപോലെ ശംസുലുലമ EK ഉസ്താദ് അവർകൾ അന്ന് ഈ സമിതിയിൽ വന്നു. തരുവണ അബ്ദുള്ള മുസ്ലിയാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചേർന്ന് സമിതി ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ മദ്രസകൾക്ക് ഒരു സിലബസ് തയ്യാറാക്കണം. അതിനുവേണ്ടിയും ഇതേ മുശാവറയിൽ വെച്ച് തന്നെ മറ്റൊരു സമിതി ഉണ്ടാക്കി. ആ സമിതിയുടെ നേതൃത്വവും മഹാനായ പറവണ്ണ ഉസ്താദിനായിരുന്നു. ഒരു കരിക്കുലം തയ്യാറാക്കാനും പാഠപുസ്തകം തയ്യാറാക്കാനും ഒക്കെ ഉള്ള ചുമതല നൽകിയ ആ സിലബസ് കമ്മിറ്റിയുടെ കൺവീനറായും പറവണ്ണ ഉസ്താദിനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി, ഇത് നമ്മൾ വെറുതെ വെച്ചൊരു പ്രമേയമല്ല. സമസ്തയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് മുന്നിൽ നിന്ന് കൊടിപിടിച്ച നായകൻ തന്നെയാണ് പറവണ്ണ ഉസ്താദ്. ഒരു ആലങ്കാരികമായ പ്രയോഗമായിരുന്നില്ല. അതിന് കൊള്ളാവുന്ന എല്ലാ കഴിവുമുള്ളത് കൊണ്ടാണ് അതിൻ്റെ കൺവീനറാക്കിയത്. എന്നാൽ നമ്മളറിയണം, അന്ന് കൂടെ മഹാനായ KV മുത്തുക്കോയത്തങ്ങൾ, KM കുഞ്ഞിമൂസ മുസ്ലിയാർ, O അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കോഴിക്കോട് മുദാക്കരപ്പള്ളിയിലെ ഖത്തീബായിരുന്ന സമസ്തയുടെ മുശാവറംഗം, അതുപോലെ P അബൂബക്കർ നിസാമി തുടങ്ങിയ ആളുകളും സിലബസ് സമിതിയിൽ അംഗങ്ങളായിരുന്നു. അത്ഭുതം എന്ന് പറയാം, ഈ യോഗം നടക്കുന്നത് ഞാൻ പറഞ്ഞു 1951 മാർച്ച് മാസത്തിലാണ്. എന്നാൽ അത് കഴിഞ്ഞ് 1951 ഒക്ടോബറിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വടകരയിൽ തന്നെ ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സിലബസ് കമ്മിറ്റിയുടെയും യോഗം ചേർന്നു. ആ യോഗത്തിലേക്ക് സിലബസ് തയ്യാറാക്കി കൊണ്ടുവന്നു പറവണ്ണ ഉസ്താദ്. ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നമുക്കൊക്കെ ഒരു പാഠപുസ്തകം തയ്യാറാക്കാൻ, ഒരു സിലബസ് തയ്യാറാക്കാൻ എത്ര കഷ്ടപ്പാടാണ്. പറവണ്ണ ഉസ്താദ് വളരെ വിദഗ്ധനായിരുന്നു എന്നതിൻ്റെ തെളിവാണത്. ഈ 6 മാസം കൊണ്ട് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അത് അവതരിപ്പിച്ചു, ചർവണം നടന്നു, അതിന് അംഗീകാരം ലഭിച്ചു. അങ്ങനെയാണ് സമസ്തയുടെ സിലബസ് ആദ്യമായി തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ പല ഓത്തുപള്ളികളിലെ മൊല്ലാക്കമാരും ഈ സിലബസിലേക്ക് മദ്രസകളെ ഏകീകരിക്കുന്നതിന് കൂട്ടുനിന്നില്ല. ചില ആളുകൾക്ക് ചില ആശങ്കയാണ്, അത് നടക്കാൻ അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തു പറഞ്ഞാൽ അതൊന്നും ഇപ്പം നടക്കൂല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ വേറെ ചില സ്വകാര്യ താല്പര്യമുള്ളവരുണ്ടാവും. ഇവരൊക്കെ ഇങ്ങനെ നാട്ടുകാരെ അവരെ കയ്യിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ മദ്രസ സമ്പ്രദായത്തിലേക്ക് വരാൻ പലരും കൂട്ടാക്കാതെ നിന്നപ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയും
മഹാനായ പറവണ്ണ ഉസ്താദ് രംഗത്തിറങ്ങി. അങ്ങനെ പ്രഥമ മദ്രസയായി ആദ്യം സമസ്ത അംഗീകരിക്കുന്നത് 1952 ആഗസ്റ്റ് 26 എടക്കുളം ബയാനുൽ ഇസ്ലാം മദ്രസയാണ്. 52 ആഗസ്റ്റ് 26 എടക്കുളത്തെ ബയാനുൽ ഇസ്ലാം മദ്രസ. രണ്ടാമതായി അംഗീകരിക്കുന്നത് പറവണ്ണ ഉസ്താദ് ഈ പറവണ്ണയിൽ ആരംഭിച്ച മദ്രസത്തുൽ ബനാത്താണ് 2ാം നമ്പർ മദ്രസ. അങ്ങനെ 1952 അവസാനിക്കുമ്പോഴേക്ക് 42 മദ്രസകൾക്ക് അംഗീകാരമായി. പിന്നീട് ഈ അംഗീകരിക്കപ്പെട്ട മദ്രസയിലെ മാനേജ്മെന്റിനെ താനൂരിൽ വിളിച്ചു ചേർത്തു. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഫീഡ്ബാക്ക് എല്ലാം എടുത്തു. അതിനനുസരിച്ച് വീണ്ടും പരിഷ്കരണങ്ങളും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു. പിന്നീടതാ അധ്യാപകന്മാർ, അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട്. ഇപ്പം കരിക്കട്ട കൊണ്ട് ചുമരിലോ പലകയിലോ എഴുതിയിട്ടുള്ള അധ്യാപന രീതിയുണ്ട്. അല്ലെങ്കിൽ നോക്കി വായിപ്പിച്ചിട്ടുള്ള, അല്ലെ മണ്ണിൽ എഴുതിയിട്ട് മണലിൽ എഴുതിയിട്ടൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് അധ്യാപനം നടത്തേണ്ടത്? ഇത് സംബന്ധമായി നല്ലൊരു കാഴ്ചപ്പാട് ചാലിലകത്തിൽ നിന്നൊക്കെ സ്വായത്തമാക്കിയ പറവണ്ണ ഉസ്താദ് ഒരു മുൻ മാതൃകയില്ലാതെ, എന്തിനേറെ ഭൗതിക കലാലയങ്ങളിൽ പോലും അധ്യാപകന്മാർക്ക് വ്യവസ്ഥാപിതമായ ട്രെയിനിങ് ആരംഭിക്കുന്നതിന് മുമ്പ് താനൂരിൽ 6 മാസം മുഅല്ലിം ട്രെയിനിങ് സംഘടിപ്പിച്ചു എന്നാ പറയുന്നത്. അതൊരു വലിയ ബുദ്ധിയുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആലോചനാശേഷിയുള്ള ആൾക്ക് ചെയ്യാൻ പറ്റൂ. മദ്രസ തുടങ്ങിയ കാലത്ത് തന്നെ മുഅല്ലിമീങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് തന്നെയായിരുന്നു. ആ രീതിയിൽ മഹാനവറുകൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ നന്നായി ശ്രദ്ധിച്ചു. വിദ്യാഭ്യാസ ബോർഡിന് ഒരു ഭരണഘടന ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ തലപ്പത്തു ആരെ തന്നെയാണ് അവരോധിച്ചത്? ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിനെ തന്നെയാണ്. പറവണ്ണ ഉസ്താദ് തയ്യാറാക്കി. വാളക്കുളത്ത് ചേർന്ന ബോർഡ് യോഗത്തിൽ ഭരണഘടന ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുകയും അങ്ങനെ വടകരയിലെ ആ സമ്മേളനത്തിൽ അത് വായിച്ച് കേൾപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. അത് നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ട് ഏൽപ്പിച്ച സംഗതിയാണ് ഒരു ഭരണഘടന വേണമെന്നത്. അതനുസരിച്ച് ആ ഭരണഘടന ഉണ്ടാക്കിയിട്ട് അവിടെ ഏൽപ്പിച്ചു. എന്നാൽ ഭരണഘടന ആയതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനാൽ അന്നത്തെ സമസ്ത ആലിമീങ്ങളൊക്കെ നല്ല പക്വതയുള്ളവരായിരുന്നു എന്ന് നമുക്ക് ആ ചരിത്രം ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരാൾ എഴുതി കൊണ്ടുവന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കലല്ല, എത്ര വലിയ ആളാണെങ്കിലും. അവിടെ എന്തു ചെയ്യും? അതിനെക്കുറിച്ച് കൂലങ്കശമായ പരിചിന്തനം നടത്തിയിട്ടാണ് അതിന് അംഗീകാരം കൊടുക്കുക. അതിനുവേണ്ടി എന്തു ചെയ്തു എന്നല്ലേ, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഖാലിദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ ഈ ഭരണഘടന പരിശോധിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. അവർ പരിശോധിച്ച് അംഗീകാരം നൽകിയതിന് ശേഷം 1952 മാർച്ച് 23 വന്യരായ സയ്യിദ് അവറുകളുടെ ബാഫക്കിത്തങ്ങളുടെ തറവാടിൻ്റെ സമീപത്തുള്ള കൊയിലാണ്ടി ചേക്കുട്ടിപ്പള്ളി, അങ്ങനെ പള്ളിയില്ല ഞങ്ങളെ, ആ ചേക്കുട്ടിപ്പള്ളിയിൽ ചേർന്ന മീറ്റിങ്ങിൽ വെച്ചാണ് സമസ്ത ഈ ഭരണഘടനയ്ക്ക് പൂർണ്ണമായും അംഗീകാരം കൊടുക്കുന്നത്. എന്നാൽ മഹാനായ പറവണ്ണ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് അത് അച്ചടിച്ചിറക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണുള്ള ആ കാലത്ത്. എന്നാൽ 1958 ഡിസംബർ 24 ചേർന്ന മുശാവറയുടെ അംഗീകാരത്തോടെയാണ് പിന്നീട് ആ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. ആ ഭരണഘടന ഇന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ പിന്നിലെ ദീർഘദൃഷ്ടി നമുക്ക് ബോധ്യം വരും. എല്ലാ വിഷയവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ്. ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ മദ്രസ മാത്രം ഏകീകരിക്കണമെന്നല്ല ഭരണഘടന പറയുന്നത്, ദർസി സിലബസ് ഏകീകരിക്കണമെന്ന് പറയുന്നു. പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് സ്കോളർഷിപ്പ് നൽകണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിപുലമായ പല സങ്കല്പങ്ങളെക്കുറിച്ചും ആ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തിയത് അവിടുത്തെ ദീർഘദൃഷ്ടിയായി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ രീതിയിൽ മഹാനവറുകൾ അവിടുത്തെ കഴിവ് ഉപയോഗിച്ച് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള അടിത്തറ പാകുകയും
അതിനെ ചലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മദ്രസാരംഗം വ്യവസ്ഥാപിതമായ രീതിയിൽ ലോകത്തൊരിടത്തും മാതൃകയില്ലാത്ത ഒരു പുതിയ കേരള മോഡൽ നിർമ്മിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് നീങ്ങി. എന്നാൽ മഹാനവറുകളുടെ ജീവിതകാലത്ത് അവസാന ഘട്ടത്തിൽ അവിടുന്ന് പാഠപുസ്തകങ്ങൾ ഇറക്കിയതൊക്കെ അവിടെ നിന്നായിരുന്നു എഴുതിയത്. അന്നത്തെ പാഠപുസ്തകങ്ങൾ അതും വലിയൊരു സംഭവമാണ്. ഒരു പാഠപുസ്തകം തയ്യാറാക്കാൻ ചെറിയ സംഗതിയല്ല. അന്ന് താരീഖ് പോലുള്ള ചിലത് MA ഉസ്താദ് തയ്യാറാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ. അത് കഴിച്ച് മിക്ക പുസ്തകങ്ങളും എഴുതുന്നത് ആരാ? പറവണ്ണ ഉസ്താദ് തന്നെയാണ്. തഅലീമു തിലാവ അന്ന് മഹാൻ എഴുതിയൊരു പുസ്തകമാണ്. അഹ്കാമു തജ്വീദുൽ ഖുർആൻ രണ്ടാമത്തെ പുസ്തകം. അൽ കിതാബു സാലിസു ഫിൽ അമലിയാത്ത്, അൽ കിതാബു റാബിഉ ഫിൽ അമലിയാത്ത്, മുഖ്തസറുൻ ഫി ഉസൂലുദ്ദീനി വൽ അഖായിദ്. ഇങ്ങനെ തുടങ്ങിയ കുറേ മദ്രസ പാഠപുസ്തകങ്ങൾ മഹാനവറുകൾ നേരിട്ട് തയ്യാറാക്കിയതായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി, സിലബസ് റെഡിയാക്കി, ഭരണഘടനയുണ്ടാക്കി, മദ്രസകൾ അംഗീകരിപ്പിച്ചു, മുഅല്ലിമീങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു. ചുരുക്കത്തിൽ ഈ വിദ്യാഭ്യാസ മാതൃകയുടെ യഥാർത്ഥ ശില്പി മഹാനായ പറവണ്ണ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ തന്നെയാണ്. എന്നാൽ 1960 വരെ ബഹുമാനപ്പെട്ടവരുടെ പുസ്തകങ്ങളായിരുന്നു നമ്മളെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നത്. 60-ന് ശേഷം ആ പുസ്തകങ്ങൾ പിൻവലിച്ചു, പുതിയ പുസ്തകങ്ങൾ ഇറക്കി. ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മഹാനായ പറവണ്ണ ഉസ്താദ് സാഹിത്യരംഗത്ത് നമുക്ക് വലിയൊരു മാതൃകയാണ്. മൂർച്ചയുള്ള തൂലികയായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത്. 1945 ആഗസ്റ്റ് 1-ന് ചേർന്ന മുശാവറ തീരുമാനത്തിൽ അറബി മലയാളത്തിലും ശുദ്ധ മലയാളത്തിലും മാസികകൾ ഇറക്കാൻ സമസ്ത തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനിച്ചപ്പോഴും ആരെയാണ് ചീഫ് എഡിറ്ററായി പ്രഖ്യാപിക്കുന്നത്? ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിനെയാണ്. പറവണ്ണക്ക് ഭാഷാജ്ഞാനമുണ്ട്, എഴുതാനുള്ള കഴിവുണ്ട്, അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനവറുകളെ അന്ന് 1954 ഫെബ്രുവരി 6-ന്റെ മുശാവറയിൽ ബഹുമാനപ്പെട്ടവരെ തെരഞ്ഞെടുത്തു. അങ്ങനെ അൽ ബയാൻ എന്ന് പറയുന്ന സമസ്തയുടെ മുഖപത്രം ബഹുമാനപ്പെട്ടവരുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങി. ആ മുഖപത്രത്തിൽ അനേകം ലേഖനങ്ങൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പരമ്പരയായി എഴുതിപ്പോന്ന ഒരു ലേഖന പരമ്പരയായിരുന്നു ഫിഖ് അഥവാ കർമ്മശാസ്ത്രം. കർമ്മശാസ്ത്രത്തിൻ്റെ വിവിധ വശങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള റഫറൻസിന് പിൽക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ലേഖന പരമ്പരകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോദ്യോത്തര പത്നി ബഹുമാനപ്പെട്ടവരായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇന്നൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമുണ്ട്. നമ്മളൊക്കെ നടത്തുന്ന മാസികളിലും വാരികളിലുമൊക്കെ ചോദ്യോത്തര ഭക്തി കൈകാര്യം ചെയ്യാൻ വേണ്ടി ആലിമീങ്ങളെ സമീപിച്ചാൽ പലർക്കും തയ്യാറാവാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം അക്കാലത്ത് ഒരു പ്രയാസവും ഇല്ലാതെ അത് സ്വയം ഏറ്റെടുത്ത് നടത്തി. അതിലേറെ മഹാനവറുകളുടെ വിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു ലേഖന പരമ്പരയുണ്ടായിരുന്നു. മതത്തിൻ്റെ പേരിൽ കുഴപ്പമുണ്ടാക്കിയത് ആര്? എക്കാലത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കുബുദ്ധികൾ ഇവിടെ പണിയെടുത്തിട്ടുണ്ട്. വഹാബികളും മൗദൂദികളും ഒക്കെ സുന്നികൾ കുഴപ്പക്കാരാണ്, സംഘർഷം ഉണ്ടാക്കുന്നവരാണ്, പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് എന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് അവർ പ്രചരണം നമ്മളെ പേരിൽ നടത്തും. അതിനെ തുറന്നു കാട്ടി നാടിൻ്റെ നാനാഭാഗത്ത് അന്ന് നടന്ന വിഷയങ്ങൾ ഓരോന്നോരോന്നെടുത്ത് വിശദീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കുഴപ്പമുണ്ടാക്കിയത് പുത്തനാശയക്കാരാണ് എന്ന് സമർത്ഥിക്കുന്ന ആ ലേഖന പരമ്പര വെച്ചുകൊണ്ടായിരുന്നു അത്ര പിൽക്കാലത്ത് നമ്മളെ ആലിമീങ്ങളൊക്കെ ഖണ്ഡന പ്രസംഗങ്ങൾ വരെ നടത്തിയിരുന്നത്. അങ്ങനെ ശക്തമായ തൂലിക ചലിപ്പിച്ചുകൊണ്ട് സുന്നത്തിയവായത്തിനു വേണ്ടി മഹാനവറുകൾ നാവുകൊണ്ടെന്ന പോലെ പേന കൊണ്ടും പോരാടുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സ്വന്തമായി ഒരു മാസിക നടത്തുക കൂടി ചെയ്തിട്ടുണ്ട്. അതേതായിരുന്നു? ബഹുമാനപ്പെട്ട ഒരു നൂറുൽ ഇസ്ലാം എന്ന പേരിൽ സ്വന്തമായൊരു മാസിക, ബിദ്അത്തിനെതിരെ
എഴുതുക എന്നത് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന അജണ്ട. അങ്ങനെ 2 കൊല്ലം സ്വന്തമായൊരു മാസിക പുറത്തിറക്കാനും മഹാനവറുകൾക്ക് സാധിച്ചു. അത് കാലം ഏതാണെന്ന് അറിയണം. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും പത്രപ്രവർത്തകരാണ്. അതിൻ്റെ നാശാപ്പം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഇങ്ങനെ തോന്നുകയാണ് എഴുതണമെന്ന്. എന്നെപ്പോലത്തെ ആളുകളൊക്കെ ചിലപ്പോൾ ചാടി വീണ് എഴുതും. ആ എഴുത്തിന് ദുരന്തം ഉണ്ടാകും. പഴയ കാലത്തെ മാതിരിയല്ല. പക്ഷെ അന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, കടലാസ് തന്നെ വാങ്ങാൻ കിട്ടാൻ പ്രയാസമായിരിക്കും. പെന്ന് തന്നെ ഇന്നത്തെ രീതിയിലുള്ള സുഖമുള്ള പെന്നുണ്ടാവില്ല, മുക്കി എഴുതണ പെന്നുണ്ടാവുക. അത് ഉപയോഗിച്ച് എഴുതി ഉണ്ടാക്കി കല്ലച്ചിൽ കൊണ്ടുപോയി അടുപ്പിച്ച് ഇതൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ കുറഞ്ഞ നയിപ്പല്ല ഉള്ളത്. അങ്ങനെ അധ്വാനിച്ച് 2 കൊല്ലം സ്വന്തം ഒരു മാസിക ഇറക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 1957 അനാരോഗ്യം കാരണം ഈ മാസികയുടെ ചീഫ് എഡിറ്റർ സ്ഥാനം മറ്റ് പല സ്ഥാനങ്ങളും രാജിവെച്ച കൂട്ടത്തിൽ രാജിവെച്ചു. എന്നാൽ 1959 വരെ അത് ഭംഗിയായി തന്നെ നേരത്തെ നടന്നു വന്ന രീതിയിൽ തന്നെ നടന്നു. അന്ന് ചീഫ് എഡിറ്റർ മഹാനായ കോട്ടുമല ഉസ്താദ് അവറുകളായിരുന്നു. എന്നാൽ 1966 ആയപ്പോഴേക്ക് അത് പൂർണ്ണമായും നിലച്ചുപോയി. അതിൻ്റെ ഇടക്കൊക്കെ ഇടക്കൊക്കെ ഓരോരോ കോപ്പികൾ ഇറങ്ങി, കൃത്യമായി ഇറങ്ങാതെ 66 എത്തിയപ്പോൾ അത് പൂർണ്ണമായും നിശ്ചലമായി. ആ സമയത്താണ് പിന്നീട് അത് പേരുമാറി പുതിയൊരു രീതിയിലേക്ക് വരുന്നത്. 1977 ജൂൺ 1964 ജൂലൈ മാസം 20-ാം തീയതി സുന്നി ടൈംസ് എന്ന പേരിൽ പിന്നീട് സുന്നികളുടെ മുഖപത്രം പുറത്തിറങ്ങി. ഇത് പുറത്തിറങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്. അബൂബക്കർ ഹസ്റത്ത് നവ്വറല്ലാഹു മർക്കദ അവരാണ് അന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, സുന്നി ടൈംസ് എന്നത് 2 ഭാഷ കൂടി ചേർന്നതാണ്. ഒന്ന് സുന്നി എന്ന് പറയുന്നത് അറബി ഭാഷയുടെ ഭാഗമാണ്, അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യമുള്ള ഭാഷയാണ്. ടൈംസ് എന്ന് പറയുന്നത് ലോകവിജ്ഞാനങ്ങളുടെ ഒക്കെ ഭാഷയായി പുതിയ കാലത്ത് മാറിയ ഇംഗ്ലീഷ് ഭാഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ മാസിക പ്രതിനിധീകരിക്കുന്നത് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായി പ്രസംഗിച്ച് അങ്ങനെ 64 ജൂലൈ 20-നാണ് സുന്നി ടൈംസ് ആദ്യത്തെ കോപ്പി ഇറങ്ങുന്നത്. 1977 ജൂൺ 2-ാം ലക്കം വരെ അങ്ങനെ സുന്നി വോയിസ് ആയിട്ട് ഇറങ്ങി. 77 ജൂൺ 2-ാം ലക്കം വരെ സുന്നി ടൈംസ് ആയിട്ട് തന്നെ ഇറങ്ങി. എന്നാൽ പിന്നീട് പബ്ലിഷറുമായി ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അന്ന് പബ്ലിഷർ ബി കുട്ടിയസൻ ഹാജി എന്നവരായിരുന്നു. SYSൻ്റെ സ്ഥാപക കാലത്തെ സെക്രട്ടറി തുടങ്ങി ഒരുപാട് സേവനം ചെയ്ത ആളാണ്. അദ്ദേഹവുമായി സംഘടനാ രംഗത്ത് ചില വിഷയങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ പിന്നീട് ആ പേരിൽ നമുക്ക് മാസിക ഇറക്കാൻ പറ്റാതെ വന്നപ്പോൾ 1977 ജൂലൈ മാസം, ജൂൺ മാസം നിന്നെങ്കിൽ പിന്നീട് അത് നിശ്ചലമായില്ല. തൊട്ടടുത്ത മാസം 77 ജൂലൈയിൽ തന്നെ സുന്നി വോയിസ് എന്ന പേരിൽ നമ്മൾ ആ മാസിക വീണ്ടും പുറത്തിറക്കി. അൽഹംദുലില്ലാ, ഇന്നും സുന്നി വോയിസ് അതൊരു ഉയർന്ന ശബ്ദമായി നിലനിൽക്കുകയാണ്. കേരളത്തിലെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ 1-ാം സ്ഥാനത്താണ് ഇന്ന് സുന്നി വോയിസ് ഉള്ളത്. അതിൻ്റെ ക്യാമ്പയിൻ പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു ജില്ല എന്ന നിലക്ക് വെസ്റ്റ് ജില്ലയെ ഈ സമയത്ത് അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി അധ്വാനിച്ച മുഴുവൻ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുൻഗാമികളായ മഹാന്മാരെയൊക്കെ മദദ് കൊണ്ട് ഇരുലോക വിജയം നൽകുമാറാകട്ടെ. നമ്മൾ അവരൊക്കെ ചെയ്ത ആ സേവനത്തിൻ്റെ പിന്മുറക്കാരാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. അവരൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറവണ്ണ ഉസ്താദിനെ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് കൂടുതൽ ഇഖ്ലാസ് ആ വിഷയത്തിൽ കിട്ടും. അങ്ങനെ ഇപ്പോഴും സുന്നി വോയിസ് നിലനിൽക്കുന്നു. വന്യരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദാണ് അതിൻ്റെ പബ്ലിഷർ. മഹാനായ പൊന്മള ഉസ്താദാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ എന്ന് നമുക്കറിയാം. അൽഹംദുലില്ലാ. ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ സംവാദവേദികളിൽ സജീവായിരുന്നു. ഇത് സർവകലാവല്ലഭനാണ്, വെറും ഒരു പ്രഭാഷകനല്ല. എല്ലാ പ്രഭാഷകന്മാർക്കും സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ വേണം. പ്രഭാഷണ രംഗത്ത് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നല്ല ഭാഷാശുദ്ധിയുള്ള പ്രസംഗത്തിൽ നല്ല പോയിന്റുകൾ പറയാൻ കഴിയുന്ന,
പുരോഗമന ചിന്തകൾ അവതരിപ്പിക്കാൻ പറ്റുന്ന വശ്യമായ ശൈലിയുള്ള അഭ്യസ്തവിദ്യരെ പോലും ആകർഷിക്കുന്ന സ്വതസിദ്ധമായ ഒരു ശൈലി മഹാനവറുകൾക്കുണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരകൾ നടത്താറുണ്ട്, ഖണ്ഡന മണ്ഡനങ്ങൾ നടത്താറുണ്ട്. നാദാപുരം സംവാദം ചരിത്രത്തിൽ ആദ്യം നടന്ന ഒരു സംവാദമാണ് സുന്നി മുജാഹിദും തമ്മിൽ. അവിടെയാണല്ലോ ലാമ്പ് കട്ട് എന്നുള്ളൊരു കഥ ഒക്കെ ഉണ്ടല്ലോ. ലാ തങ്കത്തിയോ കറാമാത്തുല്ലൗലിയായി എന്ന് പറഞ്ഞിടത്ത് ലാ ഒഴിവാക്കി മുജാഹിദുകൾ വായിച്ചപ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അന്ന് ചെറുപ്പക്കാരനാണ്, ഉറക്കെ ചോദിച്ചു ലാ കട്ടതോ വിട്ടതോ എന്ന്. അപ്പോൾ അമുസ്ലിങ്ങളായ ആളുകളൊക്കെ അന്ന് ഈ ലാമ്പ് എന്ന് പറയും, നമ്മൾ ഈ ഗ്യാസ് ലൈറ്റ് ഉണ്ടല്ലോ അതിന് ലാമ്പ് എന്നാണ് അവിടെയൊക്കെ പറയുക. അപ്പോൾ ലാമ്പ് കട്ടോ മുജാഹിദ് ലാമ്പ് കട്ടോ എന്ന് പറഞ്ഞ് അവരൊക്കെ നാട്ടിൽ കൂടെ നടക്കലുണ്ടായിരുന്നു. അപ്പോൾ ലാമ്പ് കട്ടല്ല ലാമ്പ് കട്ടതാ. ആ സംവാദത്തിന് ശേഷം പിന്നെ ഒരു സംവാദം വരുന്നത് എവിടെയാണ്? കൊടിയത്തൂരിലാണ്. അന്നത്തെ വിഷയം തറാവീഹാണ്. ആ തറാവീഹിനെ സംബന്ധിച്ചുള്ള സംവാദം നടത്തുമ്പോൾ ഒരു ഭാഗത്ത് ആരാണ്? മഹാനായ പറവണ്ണ ഉസ്താദാണ് സുന്നത്തി ജമാഅത്തിന്റെ പ്രതിനിധി. രണ്ടാമത്തത് കണ്ണിയത്ത് ഉസ്താദാണ്. മൂന്നാമത്തത് വൈത്തൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ഇവർ മൂന്ന് പേരും സുന്നി പക്ഷത്ത്. മുജാഹിദ് പക്ഷത്ത് അവരെ പ്രഗത്ഭ നേതാവായ കെ മൗലവിയാണ്. പിന്നെ MCC അഹമ്മദ് മൗലവി, അയാളുടെ മകൻ MCC അഹമ്മദ് മൗലവി മകനല്ല, അത് അളിയാനാ, അയാൾ. മൂന്നാമത്തെ ആള് പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി. ഈ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി അവിടെ പോയി പ്രസംഗിച്ചതാണ് സംവാദത്തിന് കാരണമായത്. ആ സംവാദത്തിലാണ് മഹാനായ പറവണ്ണ ഉസ്താദിൻ്റെ സംവാദത്തിൻ്റെ ശക്തി ആളുകൾക്ക് ബോധ്യപ്പെട്ടത്. കെ മൗലവിനോടൊക്കെ വാദിക്കണേ കുറഞ്ഞ വിവരം പോരാ. കെ മൗലവി ചാലിലകത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് സുന്നത്തി ജമാഅത്തിൻ്റെ മാർഗം വിട്ടുപോയ ഒരാളാണ്. അയാൾ നല്ല വാക്ക് ചാതുരിയുള്ള ആളാണ്, നല്ല ശൈലിയുള്ള ആളാണ്, നല്ല ഭൗതിക ജ്ഞാനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നേരിട്ട് സുന്നത്തി ജമാഅത്തിന് നല്ല വിജയം നേടിക്കൊടുത്ത സംവാദം അവിടെ നടന്നു. അതുപോലെ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുമായി 1956 ഏപ്രിൽ 16 കോഴിക്കോട്ട് വെച്ച് ടി പരീക്കുട്ടി ഹാജിയുടെ നടക്കാവിലെ വീട്ടിൽ വെച്ചൊരു സംവാദം സംഘടിപ്പിച്ചു. അന്ന് EK ഉസ്താദുണ്ട്, കൂടെ പറവണ്ണ ഉണ്ട്. അങ്ങനെ പറവണ്ണയാണ് അന്നും വാദപ്രതിവാദത്തിനുള്ള രീതികളൊക്കെ തയ്യാറാക്കി സംസാരിക്കാൻ വേണ്ടി EK ഉസ്താദിനെയാണ് ഏൽപ്പിച്ചത്. അവസാനം ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാനാവാതെ അവർ വിറങ്ങലിച്ച് നിൽക്കുകയും ആ മീറ്റിംഗ് പിന്നീട് പിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ട സംവാദങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനും പുറമെ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനത്തെ രൂപവൽക്കരിക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിച്ച ആളും പറവണ്ണ ഉസ്താദാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ആമില സംഘം രൂപീകരിക്കപ്പെട്ടു. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് യുവജനങ്ങൾക്കായി സമസ്തയുടെ കീഴിൽ ഒരു കീഴ്ഘടകം വേണമെന്ന ആശയം ഉണ്ടാകുകയും അങ്ങനെ 1945 രൂപീകരിച്ച ആ ആമില സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞ് 1954 ഏപ്രിൽ 24-25 ഇതേ താനൂരിൽ ചേർന്ന സമ്മേളനം, അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറവണ്ണ ഉസ്താദും സുന്നി യുവജന സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയപ്പോൾ ആ പ്രസംഗമാണ് സമസ്തയെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ആ 54 ഏപ്രിൽ 24 നടന്ന ആ ചർച്ച നടന്ന ദിവസത്തെയാണ് നമ്മൾ ഇന്ന് സ്ഥാപക ദിനമായി ആചരിക്കുന്നത്. എന്നാൽ ആദ്യ രൂപീകരണം നടക്കുന്നത് അതും കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മാസം കോഴിക്കോട് അൻസാറുൽ മുസ്ലിമീൻ സംഘം ഓഫീസിൽ വെച്ച്, അഥവാ മുദാക്കര പള്ളിയുടെ സമീപത്താണ്. ആ പള്ളിയുടെ ഖത്തീബ് കൂടിയായിരുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിലാണ് SYS ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ സുന്നി യുവജന സംഘത്തിൻ്റെ ശില്പി അതും മഹാനായ പറവണ്ണ ഉസ്താദാണ്. അപ്പോൾ സമസ്തക്ക് അടിത്തറ പാകുകയും വിപുലപ്പെടുത്തുകയും അതിന് ദിശ നിർണയിച്ചു കൊടുക്കുകയും ചെയ്ത കുശാഗ്ര ബുദ്ധിയുള്ള നല്ല ആസൂത്രണമുള്ള ഒരു പണ്ഡിതനായിരുന്നു. അനേകം ആളുകളെ സുന്നത്തി ജമാഅത്തിൻ്റെ കർമ്മഗോതയിലേക്ക് പ്രചോദനം നൽകി മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1948 റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ
വഹാബികളുടെ പേടി സ്വപ്നമായ വളരെ ശക്തമായ തൂലിക ചലിപ്പിച്ചും നാക്കുപയോഗിച്ചും അവരെ വിറകൊള്ളിച്ച ഒരു പണ്ഡിതനായിരുന്നു റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. അവിടുത്തെ ആകസ്മികമായ മരണം ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു. പകരം വെക്കാൻ ആളില്ല. പിന്നെ ആകെ ഉള്ളത് പറവണ്ണ ഉസ്താദാണ്. എല്ലാ സ്ഥലത്തും പറവണ്ണ ഉസ്താദ് ഓടിപ്പോകണം. ഉസ്താദ് അവറുകൾ നേരത്തെ തെക്കൻ കൊല്ലത്ത് ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ ആ പരിപാടിയിൽ സ്വാഗതം പ്രസംഗം നടത്തിയ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനുണ്ടായിരുന്നു. അതാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ സ്വാഗത പ്രസംഗം കേട്ടപ്പം തന്നെ പതിയുടെ നല്ല കാമ്പുള്ള സംസാരം നോട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് വാങ്ങിപ്പോരുകയും ചെയ്യുകയാണ്. നമ്മളൊക്കെ മാതൃകയാക്കേണ്ടതാണ്. ഒരു നല്ല പ്രവർത്തകനെ ഉയർത്തിക്കൊണ്ടുവരാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അവൻ പൊന്തി വന്നാൽ ഞാൻ താന്നു പോകുമെന്ന് ആരും ചിന്തിക്കുകയല്ല. നമ്മൾ ദീനിന് ഉപകാരപ്പെടുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കണം. അങ്ങനെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ വിടവ് നികത്താൻ നല്ല ഭാഷാശുദ്ധിയുള്ള നല്ലൊരു പ്രഭാഷകനെ വേണമെന്ന് ചിന്തിച്ച് കമ്പിയടിച്ച് വരുത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകളെ. അങ്ങനെ 1949 കൊണ്ടോട്ടി നെടിയിരിപ്പിലാണ് ആദ്യമായി പതി ഉസ്താദ് ഖണ്ഡന പ്രസംഗത്തിന് വന്നത് എന്ന ചരിത്രവും കാര്യമൊക്കെ നമുക്കറിയാം. പതിയുടെ വരവോടുകൂടി സുന്നി പണ്ഡിത ശൃംഖലയിൽ ഒരു വലിയ ഉണർവ് തന്നെ ഉണ്ടായി. ഒരുപാട് ആളുകൾ സംവാദ രംഗത്തേക്ക് വന്നു. അങ്ങനെയുള്ള ഒരാളിങ്ങനെ മുന്നിൽ നിന്ന് നയിക്കാണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ വരും. അങ്ങനെ വന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല, എൻ അബ്ദുള്ള മുസ്ലിയാർ, കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ, കെ സ്വതക്കത്തുള്ള മുസ്ലിയാർ. ഇവരൊക്കെ അതിൽ ആവേശം കൊണ്ടുകൊണ്ടാണ് ആദർശ പ്രഭാഷണ രംഗത്തേക്കും സംവാദ രംഗത്തേക്കും ഒക്കെ കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് നല്ല പ്രവർത്തകന്മാരാക്കി, പ്രബോധകന്മാരാക്കി, പ്രഭാഷകന്മാരാക്കി വാർത്തെടുത്തതിലും മഹാനായ പറവണ്ണ ഉസ്താദിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത, ചരിത്രത്തിലെന്നും തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഐതിഹാസികമായ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. ഒരാളുടെ ആയുസ് 60 വയസ്സ് അല്ലെങ്കിൽ 59 വയസ്സ് കാലമാണ് ബഹുമാനപ്പെട്ടവരാകെ ജീവിച്ചിട്ടുള്ളത്. 59 വയസ്സ് എന്ന് പറഞ്ഞാൽ അത്ര നീണ്ട കാലമൊന്നുമല്ല. ഈ 59 വയസ്സിൻ്റെ ഉള്ളിൽ മഹാനവറുകൾ ചെയ്തു വെച്ചത് ചില്ലറ കാര്യമല്ല. വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു. ഒരിടം വിട്ടാൽ മറ്റൊരിടത്ത്. ഇന്നത്തെ മാതിരിയല്ല നമുക്ക് വാഹനങ്ങളൊന്നും കിട്ടുന്ന കാലമല്ല. കിട്ടുന്ന വണ്ടിയിൽ കയറി ഓടുകയാണ്, തലങ്ങും വിലങ്ങും സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ പരിപാടി കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി ക്ഷീണം ബാധിക്കുകയാണ്. പറയപ്പെടുന്നത് മാരകമായ സിഹിർ ബാധ ഏറ്റിട്ടുണ്ട് എന്നവരെ കുടുംബം പോലും പറഞ്ഞത് വായിക്കാനിടയായിട്ടുണ്ട്. നമ്മളെ ആലിമീങ്ങൾക്ക് ഒരുപാട് ആളുകൾക്കുണ്ട്. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ആ രീതിയിലുള്ള വലിയ വിഷമേറ്റിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ആലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പറവണ്ണ നല്ല ആരോഗ്യത്തോടെ ഓടിച്ചാടി പ്രവർത്തിക്കുമ്പോഴാണ് പെട്ടെന്നൊരു രാത്രി ബഹുമാനപ്പെട്ടവർക്ക് ക്ഷീണം വരുന്നത്, പല പ്രയാസങ്ങളും വരുന്നത്. പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. ഒടുവിൽ തൻ്റെ മരണം മുന്നിൽ കണ്ട സമയത്ത് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണെന്ന് വേണം പറയാൻ. സാധാരണ ഞാൻ പ്രസിഡൻ്റാണെങ്കിൽ ആ പ്രസിഡൻ്റായിട്ടായിട്ട് മരിക്കട്ടെ, നാലേ കേളി ഉണ്ടാവുള്ളൂ, ആള് തോനെ കൂടുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ന്യായം പറയാമെങ്കിൽ പോലും പ്രവർത്തിക്കാത്ത ഒരു സെക്രട്ടറിയായി ഞാൻ നിൽക്കണ്ട എന്ന് ചിന്തിച്ചിട്ടാവണം ബഹുമാനപ്പെട്ടവർ രാജിവെക്കുകയാണ്. കിടപ്പിലായ ഞാൻ ഒരു പേരിന് ഇവിടെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കാര്യമില്ല, വിദ്യാഭ്യാസം കൊണ്ട് പ്രസിഡൻ്റ് ആയതിന് കാര്യമില്ല. അങ്ങനെ അതാ എല്ലാ പദവികളും രാജിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വീട്ടിൽ അതാ കിടക്കുകയാണ്. ആ കാലത്ത് തൻ്റെ പരിചയക്കാരും സഹപ്രവർത്തകരുമായ ആളുകളൊക്കെ വിളിച്ചു വരുത്തുന്നു, എല്ലാവരോടും പൊരുത്തപ്പെടിക്കാൻ. സംഘടനാ പ്രവർത്തനം അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പം വിമർശനങ്ങൾ ഉണ്ടാകും, പലതും പറയും, തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയും. സതുദ്ദേശത്തോടുകൂടെ ആണെങ്കിലും തെറ്റിദ്ധാരണകളായിരിക്കും പലതും ഉണ്ടാവുക. അങ്ങനെയൊക്കെ സംസാരിച്ചു പോയതൊക്കെ സഹപ്രവർത്തകരെ വിളിച്ചു വരുത്തി അവരോടൊക്കെ പൊരുത്തപ്പെടിച്ച് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവിടെ വഫാത്ത് വരുന്നത്. 1957 ജൂൺ മാസം 28, 1376 ദുൽഖഅദ 29. നാളല്ലേ 29? നാളെ ദുൽഖഅദ 29.
അന്നാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് നടക്കുന്നത്. അതും വെള്ളിയാഴ്ച പകൽ 11 മണിക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പറവണ്ണ ജുമാഅത്ത് പള്ളിയുടെ വടക്കു ഭാഗത്ത് അവരെ മറമാടപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ പണ്ഡിത പ്രതിഭയുടെ കാൽപ്പാടുകൾ അനുധാവനം ചെയ്ത് സുന്നത്തി ജമാഅത്തിന് വേണ്ടി മരിക്കും വരെ പ്രവർത്തിക്കാൻ നമ്മുടെ ആലിമീങ്ങൾക്കും അവരെ ഖാദിമീങ്ങളായ നമുക്കും നമ്മുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും തൗഫീഖിനെ ഏറ്റിത്തരുമാറാകട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ അവരോടൊന്നിച്ച് അള്ളാഹു നമ്മളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾക്കിടയിൽ വാക്കുകളിലും പ്രവൃത്തികളിലും മറ്റുള്ളതിലുമൊക്കെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹാന്മാരെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദന്നാ ഖായിബീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.